ഇന്ന് രാവിലെ തന്നെ നല്ല മഴയാണ് കേട്ടോ. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെയാണ്, നോക്കി നിൽക്കാതെയാണ് മഴയൊക്കെ പെയ്യുന്നത്. അങ്ങനെ ഇന്ന് ഞായറാഴ്ചയാണ്, ഞങ്ങളെല്ലാവരും പള്ളിയിലൊക്കെ പോയി വന്നു. കുറച്ച് ബീഫൊക്കെ മേടിച്ചിട്ടാണ് വന്നേക്കണേ. കൂടെ കുറച്ച് കപ്പയും കൂടി മേടിച്ചു കേട്ടോ. ഇന്നിപ്പോൾ കപ്പ ബീഫും വെക്കാമെന്നാണ് വിചാരിച്ചേക്കുന്നത്. അങ്ങനെ ഇന്ന് എനിക്ക് അസിസ്റ്റൻറ്റ് ഡ്യൂട്ടി ആയതുകൊണ്ട് ഇന്ന് സവാള അരിയിൽ ക്ലീനിങ്ങൊക്കെ എൻ്റെ പണിയാണ്. ഹസ്ബൻഡാണ് ബീഫ് വയ്ക്കുന്നത്. കപ്പ മുകളിലിട്ട് പുഴുങ്ങാമെന്നാണ് ഞങ്ങൾ വിചാരിച്ചേക്കുന്നത്. അപ്പോൾ ബീഫിൻ്റെ വെള്ളമൊക്കെ പോകാൻ വെച്ചു. ഒരു സൈഡിൽ കൂടെ മമ്മി കപ്പ നന്നാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ജസ്റ്റ് പുറത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ അമ്മാമ്മ മഴയൊക്കെ ആസ്വദിച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ അങ്ങനെ കപ്പയൊക്കെ എടുത്തുകൊണ്ട് വന്നു. ഇനിയിപ്പോൾ നമുക്ക് ജസ്റ്റ് പ്രിപ്പറേഷൻ കൂടി കണ്ടേക്കാം. നമ്മൾ വെള്ളം പോകാനായിട്ട് വെച്ച ബീഫ് നേരെ കുക്കറിലേക്ക് ഇടാണ്. അതിലേക്ക് കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, ഗരം മസാല, ഇഞ്ചി, പച്ചമുളക് ചതച്ചത്, പിന്നെ കുറച്ച് വേപ്പിൻ്റെ ഇല ഇടാം. എന്നിട്ട് നല്ലപോലെ തന്നെ കൈവച്ച് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു 4 വിസിലടിപ്പിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ ഞാൻ എൻ്റെ കുറച്ച് പാത്രങ്ങളും കുറച്ച് ക്ലീനിങ്ങൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ചെയ്തു. പിന്നെ കുറച്ച് ലൂബിക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്ന് ഉപ്പിലിടാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു ആ ഗ്യാപ്പിൽ. പിന്നെ ഒരു 4 വിസിലടിച്ചപ്പോൾ തന്നെ നമ്മൾ തുറന്നു കേട്ടോ. അതിനകത്തേക്ക് നമ്മൾ പച്ച കപ്പ നന്നാക്കി വെച്ചതിടാണ്. എന്നിട്ട് നമ്മൾ ഒരു 2-3 വിസിലടിപ്പിക്കാം. ഇപ്പം ഞങ്ങൾ ഇന്ന് 2 അടുപ്പിച്ചിട്ടുള്ളൂ. അങ്ങനെ കപ്പ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ബീഫിൻ്റെ നെയ്യൊക്കെ അതിനകത്ത് പിടിച്ച് ആ മസാലയൊക്കെ പിടിച്ച് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ബീഫ് ഞങ്ങൾ ഇനി ബീഫ് ഒലത്തണം, അതിന് മുമ്പായിട്ട് ഈ കപ്പ ഇരുന്ന് തിന്നാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കപ്പയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതൊക്കെ ആസ്വദിച്ച് തിന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഇനി ബീഫ് നമുക്ക് ഒലത്താനുണ്ട്. നമ്മൾ ഉച്ചലത്തെ ചോറിൻ്റെ കറിയാണ് കേട്ടോ. അങ്ങനത്തെ സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതെല്ലാം നന്നായിട്ട് മൂപ്പിച്ചു. പിന്നെ കുറച്ച് മസാലാസൊക്കെ ഇട്ടു. ദെൻ നമ്മൾ വേവിച്ച് വെച്ച ബീഫ് ഇട്ടിട്ട് അതിൻ്റെ വെള്ളം പോണ വരെ നല്ല വരട്ടിയെടുത്തു. ലാസ്റ്റായിട്ട് കുറച്ച് കുരുമുളക് പൊടിയും പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളി ബീഫ് റെഡി ആയിട്ടുണ്ട്. ഒരു സൈഡിൽ കൂടെ ചോറും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വലിയ വിശപ്പൊന്നുമില്ല കപ്പ കഴിച്ചതുകൊണ്ട്. എന്നാലും ഈ ചൂട് ചോറിൻ്റെ കൂടെ ബീഫ് കഴിക്കാനായിട്ട് ഭയങ്കര കൊതിയായിട്ടോ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഇഞ്ചിക്കറി, കുറച്ച് ബീഫ്, കുറച്ച് ചോറ്. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ലഞ്ച് അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ബൈ, താങ്ക് യു.